ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പിലൊരു കളക്ഷൻ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 25 അതായത് 25 എന്ന അക്കം എന്ന ഡിനോമിനേഷനുള്ള കറൻസി കളക്ഷൻ ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത ഒരു 25 എന്ന ഡിനോമിനേഷൻ വരുന്ന ഒരു കറൻസിയെക്കുറിച്ചാണ്. മ്യാൻമറിലെ 25 കാറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു കറൻസിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു മ്യാൻമറിലെ 25 കാറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാമെന്ന മ്യാൻമറിലെ 25 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസി. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ചില പ്രൈസുകൾ കൂടിയും വരുന്നുണ്ട്, ചില പ്രൈസുകൾ കുറഞ്ഞും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കറൻസിയാണ് ഈ ഒരു കറൻസി. അപ്പോൾ 25 എന്നുള്ള ഡിനോമിനേഷൻ വരുന്ന കറൻസിയാണ്. ഏകദേശം 3 കറൻസി എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തായിരുന്നു. എല്ലാം നല്ലൊരു UNC കണ്ടീഷനും കറൻസിയാണ്. ഡിഫറൻറ്റ് സീരിയൽ നമ്പറിൽ വരുന്ന ഒരു കറൻസി ആയതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 25 എന്നുള്ള ഡിനോമിനേഷനിൽ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസിയാണ്, മ്യാൻമറിലെ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിയുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കറൻസി മ്യാൻമറിലെ 25 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ്. 1972 ഒരു കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ വാല്യൂ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25 കാറ്റ്സ് എന്നുള്ള ഒരു 25 കാറ്റ്സ് എന്നാണ് ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്ന 135x89 mm ആണ്. ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കറൻസിയുടെ മുൻവശം ഈ ഒരു ഭാഗമാണ്. കറൻസിയുടെ മുൻവശം നമുക്ക് മ്യാൻമർ ഭാഷയിൽ നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂം ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പിക്ചർ ജനറലാണ്, അതായത് നമ്മുടെ ഒരു മ്യാൻമറിലെ ജനറലിൻ്റെ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു കറൻസിയുടെ വാല്യൂ 25 എന്നുള്ളതാക്കും. ഏറ്റവും താഴെയായിട്ട് മ്യാൻമർ ലാംഗ്വേജിൽ 25 എന്നുള്ളതാക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെയാണ് 25 എന്നുള്ളതാക്കും. അതിന് താഴെയായിട്ട് സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മ്യാൻമർ ഭാഷയിലാണ് 25 എന്നുള്ളതാക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അതിന് താഴെയായിട്ട് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് നമുക്ക് 25 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് 25 കാറ്റ്സ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കറൻസിയുടെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. കറൻസിയുടെ പുറകുവശം നമുക്ക് ഇവിടെ ആ ഒരു മ്യാൻമറിൻ്റെ ആ ഒരു സിമ്പലൊക്കെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് യൂണിയൻ ഓഫ് ബർമ ബാങ്ക് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും താഴെയായിട്ട് 25 കാറ്റ്സ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 25 എന്നുള്ള അക്കവും ഏറ്റവും താഴെയായിട്ട് മ്യാൻമർ ലാംഗ്വേജിൽ 25 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 25 എന്നുള്ളക്കും, ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 25 എന്നുള്ള മ്യാൻമർ ഭാഷയിലും ഏറ്റവും താഴെയായിട്ട് 25 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ വാട്ടർമാർക്ക് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ജനറൽ, അതായത് മ്യാൻമറിലെ ആ ഒരു ജനറലിൻ്റെ ആ ഒരു പിക്ചറാണ് നമുക്കിവിടെ വാട്ടർമാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കാം. അപ്പോൾ 25 ഡിനോമിനേഷനിൽ വരുന്ന മ്യാൻമറിലെ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. പലരും പല രീതിക്കാണ് ഈ ഒരു കറൻസി സെയിൽ ചെയ്യുന്നത്. അതായത് ചിലർ വന്നിട്ട് 75 രൂപയ്ക്കും കൊടുക്കുന്നുണ്ട്, ചിലർ വന്നിട്ട് 150 രൂപയ്ക്ക്, അതായത് നല്ലൊരു UNC കണ്ടീഷൻ കറൻസിക്ക് 150 രൂപയ്ക്കും, ചിലർ വന്നിട്ട് 200 രൂപയ്ക്കും, അതായത് മാക്സിമം പ്രൈസ് 200 രൂപ വരെയാണ്. അപ്പോൾ ആ ഒരു പ്രൈസിലും സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിലാണ് ഈ ഒരു കറൻസിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് 25ൻ്റെ ആ ഒരു പുതിയൊരു കളക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ 3 കറൻസിയോളം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഡിഫറെൻറ്റ് സീരിയൽ നമ്പറിൽ വന്ന കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറൻസിയുടെ, അതായത് മ്യാൻമറിലെ 25 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസിയുടെ വാല്യൂ 75 രൂപ, 150 രൂപ, 200 രൂപ, ഇങ്ങനെയുള്ള 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.